അതെന്താ എന്റെ കുട്ടിക്ക് മാത്രം എക്സ്ട്രാ കാല് ചേച്ചി ഇവിടെ ഓക്കെ ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു ആൻസി വ്ളോഗ്. അപ്പോൾ കുറേ ആയല്ലോ വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് മിനി വ്ളോഗാണ് കേട്ടോ. അത് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരോടി എൻ്റെ വീട്ടിൽ പോയൊരു ദിവസമാണ്. അപ്പം നമ്മൾ എപ്പോൾ കൂടുകയാണെങ്കിലും ഇപ്പം ഞാനും ചേച്ചിയൊക്കെ നമ്മളാരും വീട്ടിലില്ല. അപ്പം ഞങ്ങളെല്ലാവരും വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണല്ലോ നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യം. അപ്പം അങ്ങനെ എപ്പോഴും മെയിൻ ഷെഫ് ചേച്ചി തന്നെ ആയിരിക്കും കേട്ടോ. ചേച്ചി അസലായിട്ട് ബിരിയാണി ഉണ്ടാക്കും. പക്ഷെ എന്താ വെച്ചാൽ കുറച്ച് ടൈമൊക്കെ എടുക്കുന്നുള്ളു. എല്ലാം ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കൊരു ടൈം ആവും. പക്ഷെ ആൾ അസലായിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു അന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കുക്ക് ചെയ്ത് ഇങ്ങനെ കഴിക്കുക എന്നുള്ള ആ ഒരു ദിവസത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ്. വീട്ടിൽ കൂടുന്ന സമയത്ത് ഇപ്പോൾ ഹസ്ബൻഡ് അധികം ഉണ്ടാവാറില്ല, ആൾ പുറത്താണ് വർക്ക് ചെയ്യണത്. അപ്പം അവിടെ ഇരുന്ന് വീഡിയോ കോൾ ചെയ്ത് കാണുമ്പോൾ തന്നെ എപ്പോഴും ഭയങ്കര സങ്കടമാണ് കേട്ടോ, ആ ഒരു മൊമെൻറ്റിൽ നമ്മളെ കൂടെ ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെയല്ല, ഇപ്രാവശ്യം ആളും ഉണ്ട്. അപ്പോൾ ആൾ വീഡിയോ എടുക്കുകയാണ്, അത് കാരണമാണ് വീഡിയോയിൽ കാണാത്തത്. പിന്നെ ഇതിൽ നമ്മളൊന്ന് കൂടെ നിന്ന് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം ചേച്ചിയും അമ്മയും തന്നെയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കുക്കിംഗ് വളരെ മടിയുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാനും ഹസ്ബൻഡ് എപ്പോഴും അടി കൂടിയോണ്ടാണ്. അപ്പോൾ ആ ഒരു നൃത്തമൊക്കെ അതിൻ്റെയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറയും, സാധാരണ വർത്തമാനം പറയുന്നതാണ്, ഞങ്ങളുടെ ഒരു നോർമൽ ടോക്കായി കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ അതൊരു നമ്മൾ വഴക്ക് കൂടുന്നൊക്കെ ആയിട്ട് തോന്നും കേട്ടോ. അങ്ങനെ ചേച്ചി ഫുള്ള് എന്താ പറയുക, ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ്. എൻ്റെ വീട്ടിലെല്ലാവരും നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. അച്ഛനാണ് മെയിൻ. അച്ഛൻ അടുക്കളയിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആരും അടുക്കളയിൽ കയറാൻ പാടില്ല. അച്ഛൻ അങ്ങനെ ഒരു നിബന്ധനയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം അച്ഛൻ കുക്ക് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അച്ഛൻ ആ ഭാഗത്തേക്കേ വരില്ല. പിന്നെ ഉള്ളത് ചേച്ചിയാണ്. ചേച്ചിയൊക്കെ കഴിഞ്ഞ് അമ്മ കഴിഞ്ഞിട്ടേ ഞാൻ വരുള്ളൂ. അത് കാരണം തന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് അധികം ചാൻസസ് ഇല്ല. കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലാസ്റ്റ് ഓപ്ഷനാണ്. കാരണം ഇവരെല്ലാവരും കുക്ക് ചെയ്യുന്നതുകൊണ്ട് എന്നെ പണ്ട് മുതലേ അങ്ങനെ, പിന്നെ അലർജിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഈ മസാലേൻ്റെ സ്മെല്ലും ഇതൊക്കെ വരുമ്പോൾ ഭയങ്കര തുമ്പലും കാര്യങ്ങളും. ചെറുപ്പത്തിലേ എന്നോട് അച്ഛൻ പറയും, ഇപ്പം മീൻ വറുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പുറത്ത് പോയിരിക്കാം. അപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റിൽ എന്താ, അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഞാൻ പുറത്ത് പോയിരിക്കണം. നമ്മളതല്ലേ കണ്ടിട്ടുള്ളത്, നമ്മളടുത്ത് പറയും പുറത്തോട്ട് പോകാൻ. അപ്പം അങ്ങനെയാണ് എൻ്റെ ചെറുപ്പകാലം. ഞാൻ അങ്ങനെ കുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ചേച്ചിയൊക്കെ പറയും, ഇനിയിപ്പോൾ നീ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ, ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഒക്കെ അതൊക്കെ പഠിച്ചോളൂ. ശരിയാണ്, ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് വിശപ്പിനുള്ളത് കഴിക്കാനുള്ള നമ്മൾ ഉണ്ടാക്കും. പക്ഷെ ഒരു കുറേ ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട്. ചേച്ചി ഇവിടെ ഓക്കെ എനിക്ക് പീസില്ല കണ്ടാ, എനിക്ക് പീസില്ല. എവിടെ പീസ്, എവിടെ പീസ്, എവിടെ കാലൊന്നും വേണ്ട, ഏതെങ്കിലും പീസ് ഇട്ടിട്ട് കുറച്ച് ബിരിയാണി തരും എനിക്ക്. ആ മതി. അങ്ങനെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഞാൻ അവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഞങ്ങൾ എല്ലാവരും കൊതിയന്മാരായതുകൊണ്ട് ഞങ്ങൾക്ക് സമയമില്ല സംസാരിക്കാൻ. ഫുഡ് ആയി കഴിഞ്ഞ് പിന്നെ വീഡിയോയും ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാട്ടോ. കാരണം വായിന്ന് വെള്ളം ഇങ്ങനെ ഒരുകൊണ്ടായിരിക്കും. അത് കാരണം പെട്ടെന്നൊന്നും വൈൻഡപ്പ് വീഡിയോ എടുക്കണമല്ലോ, വേഗം തീർത്തിട്ട് വേണം എനിക്ക് തിന്നാനിരിക്കാൻ. ഞാനാണെങ്കിൽ ഇങ്ങനെ കൊതി മൂത്തിരിക്കണം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.